വാർത്തകൾ തുടരുന്നു. ജനങ്ങളെ ദുരിതത്തിലാക്കിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജിവെക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് SDPI ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കോഴിക്കോട് ഇൻകം ടാക്സ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. SDPI സംസ്ഥാന പ്രസിഡന്റ് P. അബ്ദുൽ മജീദ് ഫൈസി ഉദ്ഘാടനം ചെയ്തു. ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് പ്രിയമുള്ളവരെ, ഈ പ്രതിഷേധ മാർച്ചിൽ നിങ്ങൾ അണിചേരുക. പ്രിയമുള്ളവരെ, മുന്നൊരുക്കങ്ങൾ ഏതുമില്ലാതെ നോട്ട് മാറുന്നതിന് ജനങ്ങളെ ദുരിതത്തിലാക്കിയ നരേന്ദ്രമോദി രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് SDPI ജില്ലാ കമ്മിറ്റി നടത്തിയ ഇൻകം ടാക്സ് ഓഫീസ് മാർച്ചിൽ പ്രതിഷേധമിരമ്പി. സ്റ്റേഡിയം പരിസരത്തു നിന്നും ആരംഭിച്ച മാർച്ച് നഗരം ചുറ്റി മാനാഞ്ചിറയിൽ പോലീസ് തടഞ്ഞു. സംസ്ഥാന പ്രസിഡന്റ് P. അബ്ദുൽ മജീദ് ഫൈസി ഉദ്ഘാടനം ചെയ്തു. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ കണ്ട ഏറ്റവും കടുത്ത ദിനങ്ങളിലൂടെയാണ് രാജ്യം കടന്നുപോകുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. രാജ്യത്തെ നഗരങ്ങളും ഗ്രാമങ്ങളും നിശ്ചലമാണ്. ദീർഘവീക്ഷണമില്ലാത്ത നടപടിയിലൂടെ മോദി സാധാരണക്കാരന്റെ ജീവിതത്തെ നരകതുല്യമാക്കിയിരിക്കുന്നു. രാജ്യത്തിന് മുന്നിൽ ഉത്തരമുട്ടിയ പ്രധാനമന്ത്രി പാർലമെന്റിലും ജനങ്ങളുടെ മുന്നിൽ നിന്നും ഒളിച്ചോടുകയാണ്. 97 വയസ്സുള്ള മാതാവിനെ ബാങ്കിന് മുന്നിൽ വരെ നിർത്തി തരംതാന്ന രാഷ്ട്രീയം കളിക്കുന്നതിന് പകരം ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതത്തിന്റെ ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്ത് പ്രധാനമന്ത്രി പദത്തിൽ നിന്നും രാജിവെച്ച് ജനാധിപത്യ മര്യാദ കാണിക്കുവാൻ മോദി തയ്യാറാകണമെന്നും മജീദ് ഫൈസി പറഞ്ഞു. യഥാർത്ഥത്തിൽ ഇത്തരം ഒരു കാര്യം നടപ്പിലാക്കുമ്പോൾ സാധാരണക്കാരായ മുഴുവൻ ജനങ്ങളെയും, രാജ്യത്തെ 120 കോടിയിലധികം വരുന്ന മുഴുവൻ ജനങ്ങളെയും ബാധിക്കുന്ന ഒരു പരിഷ്കരണം നടപ്പിലാക്കുമ്പോൾ അത് സാധാരണക്കാരെ ബാധിക്കാതിരിക്കാനുള്ള സംവിധാനങ്ങൾ ഒരുക്കാമായിരുന്നു. SDPI ജില്ലാ പ്രസിഡന്റ് മുസ്തഫ കൊമ്മേരി അധ്യക്ഷം വഹിച്ചു. സംസ്ഥാന ജനറൽ സെക്രട്ടറി MK മനോജ് കുമാർ, സെക്രട്ടറി റോയ് അറക്കൽ, K. ജലീൽ സക്കാഫി, MA സലീം, നജീബ് അത്തോളി എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്.